എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയംകാരുടെ ഒരു പ്രധാന വിഭവമാണ് പിടിയും കോഴിയും. ഈസിയായി എങ്ങനെ പിടി തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യമായി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു അര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ മിക്സ് ഒന്ന് 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം നമുക്ക് ഒരു ജാറിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഇത്രയും ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അരിപ്പൊടി തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്തെടുത്ത അരിപ്പൊടിയിലേക്ക് ആ തിളപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ ഉരുളകളാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പരന്ന പാനിലേക്ക് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഇതൊന്ന് ഇളക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാനൊരല്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് നമുക്കിനി ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കാം. വളരെ സ്ലോയിൽ മാത്രം നമുക്കിത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്ന് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉരുള എടുത്തൊന്ന് ഇതേപോലെ ഒന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പിടി കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പിടി കോഴിക്കറി കൂട്ടിയൊരു പിടി പിടിക്കട്ടെ.